കാറ് കൊണ്ടുവന്നു. ഒരല്പം ദൂരെ ഇട്ടിരിക്കുക. ഇവിടെ കൊണ്ടുവന്നാ തിരിക്കാൻ പാടാ. വാങ്ങാൻ വന്നതാണോ? അല്ല, പിന്നെ വെറുതെ ഒന്ന് കാണാൻ. എന്താ വെറുതെ വന്നൂടെ? വരാമല്ലോ. എനിക്കൊരു ഉപകാരം ചെയ്യൂ. വീണക്കമ്പി വാങ്ങാൻ കൂട്ടിവെച്ച കാശ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ദേ, ഈ ചെപ്പിലുണ്ട്. എനിക്ക് കടയറിയില്ല. അതിനെന്താ, ഞാൻ വാങ്ങിത്തരാലോ. വേറെ ആരോടും പറയാനില്ലാത്തോണ്ട് പറയാ. ഏലക്ക വിൽക്കുന്നതിനിടയിൽ സമയം ഉണ്ടാകുമോ എന്തോ. പൈസ ചിക്ക് വെച്ചോളൂ. വൈകിട്ട് വീട്ടിൽ വരുമ്പോ ഞാൻ കമ്പി കൊണ്ടുവരാം. ഞങ്ങൾ പണക്കാർക്ക് 2 കമ്പി വാങ്ങുന്ന വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. 2 ഏലക്കയുടെ വിലയല്ലേ ഉള്ളൂ. മറ്റേ കമ്പി വാങ്ങി വന്നാല് ചിക്കു എനിക്ക് എന്താ തരിക? മോര് തരാം. മോര് വേണം. അത് വെറുതെ വന്നാലും കിട്ടില്ലേ? പിന്നെന്താ വേണ്ടേ? വീണയില് കമ്പി ഇട്ടിട്ട് ഒരു പാട്ട് പാടുമോ? അയ്യോ, പോട്ടെ. ഏലക്ക കൊണ്ടുപോകാൻ ലോറി വന്നാണ്. വൈകിട്ട് കാണാം. ജോസിയം ബക്രികളാ, ജോസിയോ ജോസിയോ ജോസിയോ, കൈരേഖ ബക്രികളാ, കൈരേഖ കൈരേഖ കൈരേഖ. എന്താ ചക്രപാണി അദ്ദേഹം വന്ന ശേഷം നിനക്ക് കഞ്ഞിക്ക് വകയില്ലാതായി അല്ലടി കുഞ്ഞി? അതിന് നിനക്ക് നഷ്ടമൊന്നുമില്ലല്ലോ, ഞാൻ സഹിച്ചോളാം. എനിക്ക് നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല. അതേ, ഞാൻ പഴയ ബീഡി വലിയൊക്കെ നിർത്തി. അവിടെ ഒരു കൈനാട്ടം. എടി, തത്തയെങ്കിലും തെണ്ടിക്കാതെ തുറന്നു വിട്, അല്ലെ ഇതൊരു ദിവസം ഞാനങ്ങ് ചെയ്യും. കാക്കാത്തി പോലും അന്ന് ഞാൻ നിന്നെ പിടിച്ചതിനകത്ത് അടയ്ക്കും, നോക്കിക്കോ. അതിന് നീ ഒരു ജന്മം കൂടി ജനിക്കണമടി. ചോണയുള്ള തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ നീ ഒന്ന് പറഞ്ഞു വിടണ. അന്ന് ഞാൻ നിന്നെ പിടിച്ചതിനകത്ത് അടച്ച് നിന്നെ കൊണ്ട് ഞാൻ ചീറ്റടിപ്പിക്കും. എടുപ്പിക്കും, നമുക്ക് കാണാം. എടീ, നീ എടപ്പള്ളി കുറുപ്പിനോടാണ് കളിക്കുന്നത്, ഓർമ്മിച്ചോണമാ. നിന്റെ അപ്പൂപ്പനല്ലേ വലിയ പള്ളി, അയാളവിടെ ഇരിക്കുമ്പോഴേ ഞാൻ എന്റെ തന്ത ഇവിടെ ഉണ്ട്. പിന്നെയാണ് നീ പോടാ പോടാ പോയി ജോലി നോക്കടാ. ഒരു വലിയ എടപ്പള്ളി വന്നിരിക്കുന്നു. പോടാ, അവന്റെ ഒരു കള്ള ജോസിയം ഞാൻ കണ്ടുപിടിക്കുന്നുണ്ട്. അയ്യോ, എന്നെ തത്ത, അയ്യോ എന്നെ തത്തയെ തുറന്നുവിട്ടേ. ആരാ നീ? തത്തയെ തുറന്നുവിട്ടാ. പിന്നീടാ സത്യം തുറന്നുവിട്ടത്. പിന്നീടാ അയ്യോ എന്റെ തത്ത, എന്റെ തത്ത പോയേ. അയ്യോ, ഞാൻ ഇനി ആരെ കൊണ്ട് ചീട്ടടിപ്പിക്കും?